വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആട്ടോ. കുറേ നാളായി ഇങ്ങനെ ക്യാമറ ഫേസ് ടു ഫേസ് ഇരുന്നിട്ടൊരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇതിങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ വീഡിയോ ഇനിയിപ്പോൾ ബാക്കി നിങ്ങൾ കാണാൻ വരുന്ന വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി ഇതിലിതും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്ന്. എന്താ വെച്ചാൽ ഞാൻ കുറേ ആയിട്ട് ഇപ്പം തമിഴ്നയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, 12 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാനത് നേടിയെടുത്തത്. അപ്പം ഈ നേടിയെടുത്തതിൻ്റെ ഇത് കൂടാതെ, അതായത് ഈ ഒരു വണ്ടീനോട് ഇങ്ങനെ ഇഷ്ടം വന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു നെയിം അഫ്ല വെസ്പ എന്നുള്ള നെയിം, എന്തുകൊണ്ട് അഫ്ല വെസ്പ, എന്തുകൊണ്ടാണ് വെസ്പ ഇങ്ങനെ ഇഷ്ടമാവാനുള്ള റീസൺ, വേറെ എത്ര പേര് എനിക്കിടായിരുന്നു എന്തുകൊണ്ട് നീ അഫ്ല വെസ്പ ചൂസ് ചെയ്തു. പിന്നെ അതുപോലെ എൻ്റെ നെയിം വേറെയാണ്, അതായത് അഫ്ല എന്നല്ല എൻ്റെ നെയിം. ഒട്ടുമിക്ക ആൾക്കാരുടെയും വിചാരം എൻ്റെ നെയിം അഫ്ല എന്നാണെന്നാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അഫ്ലഹ വെസ്പ എന്നാണ്. പറഞ്ഞു വരുമ്പോൾ അഫ്ല വെസ്പ എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അപ്പം അതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കാണട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടേ, ഇതിൻ്റെ പിന്നിൽ വല്ല സ്റ്റോറി ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈവൻ ഒരു 6-7 മന്ത്സ് മുന്നേ ഞാനൊരു പ്രൊമോഷൻ വീഡിയോക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത്. അപ്പോൾ അവിടെ വേറെ ഒരു 3-4-5 വ്ളോഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഐഡീസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്നോടയിൽ ഒരാൾ ചോദിച്ചു എൻ്റെ ഐ ഡി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അഫ്ല വെസ്പ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ ഐ ഡി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് റിപ്പീറ്റ് ചെയ്ത് എന്നോട് ചോദിക്കും. ഞാൻ എന്നിട്ട് ഫോൺ വാങ്ങി ടൈപ്പ് ചെയ്ത് കൊടുക്കല. അപ്പം എന്നോടത് കണ്ടപ്പോൾ ചോദിച്ചൊരു കാര്യമുണ്ട്, അഫ്ല എന്നാണോ എൻ്റെ പേര് ചോദിച്ചു. അല്ല, അഫീഫ എന്ന പേര്. എൻ്റെ പേര് അഫീഫ എന്ന്. എനിക്ക് എൻ്റെ പേര് ഇഷ്ടമല്ല കേട്ടോ, സീരിയസ്ലി എനിക്ക് എൻ്റെ പേര് ഇഷ്ടമല്ല. ഒരു ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും, അവനെൻ്റെ പേര് അവനെനിക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പം അഫീഫ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇട്ടേ ചോദിച്ചു. വെസ്പ ഒരു സ്കൂട്ടറല്ലേ ചോദിച്ചതിനോട്. അപ്പം പറഞ്ഞു വെസ്പ സ്കൂട്ടറാണ്, ഒന്നുമില്ല, ഒരു ക്രേസിൻ്റെ പുറത്ത് ഇട്ടതാണെന്ന് പറഞ്ഞു. അപ്പം ആ പേരിടാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഈ വണ്ടി ഇഷ്ടമുണ്ടാവാനുള്ള റീസൺ, അതായത് ഈ വണ്ടിനോട് ഇങ്ങനെ ക്രേസ് തോന്നിക്കാനുള്ള റീസണും ഞാൻ ആദ്യം പറയാം, എന്നിട്ട് പേരിട്ട കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവബഹുലമായൊരു സംഭവമൊന്നുമല്ല, ചെറിയൊരു കുട്ടി സ്റ്റോറി. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 6th സ്റ്റാൻഡേർഡിലോട്ട് ആയിരുന്ന സമയത്ത് നമുക്ക് സമ്മർ വെക്കേഷൻ ഉണ്ടാവില്ലേ, 2 മന്ത്സ്. അപ്പോൾ ആ ഒരു സമയത്ത് 2 മന്ത്സ് വെക്കേഷന് വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പയമ്മയും കൂടെ എന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ചേർത്തിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് ഫ്രെയിംസ് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അതിപ്പോൾ ഇല്ല കേട്ടോ, ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. അതിൽ ഈ ഗ്രാഫിക് ഡിസൈനിങ്, കമ്പ്യൂട്ടർ ക്ലാസ്, പിന്നെ അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. അപ്പോൾ അന്ന് ഞാനങ്ങനെ ഒരു 2 മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഡെയിലി ക്ലാസ് ഉണ്ടാവാറുണ്ട്, മോർണിംഗ് ടു ഉച്ചവരെ ആണ് ക്ലാസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്, അവിടുത്തെ സ്റ്റുഡൻസിൽ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വന്ന സ്റ്റുഡൻസിൽ ഏറ്റവും ചെറിയ പ്രായക്കാർ ഞാനും പിന്നെ കൂടെ വേറൊരു ഫ്രണ്ടായിരുന്നു, ശ്രേയ എന്നവളുടെ പേര്. അന്ന് വിട്ടതാണ്, പിന്നെ അവരൊക്കെ എവിടെയാണ് എന്താ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഏജ് കുറവുള്ളത്, അതായത് 5th 6th ആ ഒരു ഏജ് ഞങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ 10th പഠിക്കുന്നവർ, +2 പഠിക്കുന്നവർ, ആ ഒരു ഏജിലുണ്ടായിരുന്നവരായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ. അപ്പം അതിൽ ഞങ്ങളുടെ സീനിയേഴ്സ് മീൻസ് ഏജ് മൂത്തവരിൽ ഞങ്ങൾക്ക് കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരു അജില, സംഗീത, ഷെഹനാസ്, അങ്ങനെ ഒരു 3-4 താത്താരുണ്ടായിരുന്നു. അതിൽ ഈ അജില എന്ന് പറയുന്ന താത്ത നന്നായിട്ട് ചിത്രം വരയ്ക്കും, അതുപോലെ തന്നെ പാട്ട് പാടാൻ വയ്ക്കും, നല്ലോണം പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ ഞാൻ അജില താത്ത എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ഞങ്ങളപ്പോൾ 5th കഴിഞ്ഞപ്പം താത്ത പഠിക്കുന്നത് 10th 10th SLC റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ അവരുടെ. പെട്ടെന്ന് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് എന്നെ എന്നും ഉപ്പ കൊണ്ടുപോകാൻ വരും കേട്ടോ. അപ്പം ഉപ്പാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവരും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇതിനെ ഈ വണ്ടി വെസ്പ പാസ് ചെയ്തു. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നു വണ്ടി. ആ വണ്ടി കണ്ടു, എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അപ്പോഴാണ് ആ വണ്ടി കാണുന്നത്. എന്നാൽ അതിൻ്റെ മുന്നേ പലതവണ ടൗണിലേക്ക് നമ്മൾ ഇറങ്ങാറുണ്ടെങ്കിലും ആ വണ്ടി ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് റെയർലി എവിടെയെങ്കിലുമൊക്കെ 1-2 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ആ വണ്ടി ആ സമയത്ത്, എൻ്റെ 5th സ്റ്റാൻഡേർഡ് ആ ഒരു ടൈം കഴിഞ്ഞ സമയത്ത്. അപ്പം ചേതക്ക് ഉണ്ട്, ബജാജിൻ്റെ ചേതക്ക് വണ്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഉപ്പൂപ്പാൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വെസ്പ അങ്ങനെ ബജാജിൻ്റെ വെസ്പ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കാണുന്നത് അപ്പോൾ താത്ത കാണിച്ചു തന്നപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ എനിക്ക് വണ്ടി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതും ഫസ്റ്റ് കണ്ട വണ്ടി യെല്ലോ കളർ വെസ്പയായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ യെല്ലോ കളർ എന്ന് പറയുമ്പോൾ ഒരു പുളിച്ച് യെല്ലോ കളറല്ല, ഒരു
ആ പേസ്റ്റൽ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ഷെയ്ഡ് ഓഫ് യെല്ലോ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല ലുക്ക് കാണാൻ, ഒരു ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെസ്പൻ്റെ ലുക്ക്. ഞാൻ എപ്പോഴും പറയും വീട്ടിൽ വെസ്പൻ്റെ ലുക്കിൻ്റെ അടുത്തേക്ക് ഒരു സ്കൂട്ടർ എത്തൂല എന്നൊക്കെ. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് വെസ്പ. അപ്പം നല്ല പെട്ടെന്ന് നമുക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് വെസ്പ കണ്ടപ്പം അങ്ങോട്ട് ഇഷ്ടമായി. പിന്നെ ഈ പറയുന്ന പോലെ അജില അത് നമ്മൾ ക്ലാസ്സിൽ താത്ത ഇപ്പം ഇങ്ങനെ ക്ലാസ്സിൽ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ലിഷർ ടൈമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നോട്ട്ബുക്കിലൊക്കെ ഇങ്ങനെ ഇരുന്ന് അജില വെസ്പ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് എഴുതും. അത് അന്നേ അജില വെസ്പ അങ്ങനെ എനിക്ക് ഈ പറയുന്ന പോലെ താത്ത നല്ല ചിത്രം വരയ്ക്കുമ്പോഴല്ലേ, താത്ത വരച്ച 2-3 ഡ്രോയിങ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. സൂക്ഷിച്ചെൻ്റെ ഫയലിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അടിയിൽ അജില വെസ്പ എന്നൊക്കെ എഴുതി സൈൻ ചെയ്തിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ പറയുന്ന പോലെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ വണ്ടി കാണുന്നത്. അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ആ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോയ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് ടൈമിൽ അപ്പം ഇപ്പോഴാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയി, വ്ളോഗ്സ് വീഡിയോസ് ഡെയിലി വ്ളോഗ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആയി വന്നേ. ആ ഒരു 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് ടൈമിൽ 20s കിഡ്സിന് മനസ്സിലാവും ആ ഒരു സംഭവം. നമുക്ക് FB ഭയങ്കര പിന്നെ അതുപോലെ FBൻ്റെ ചാറ്റ് ആപ്പ് മെസ്സഞ്ചറൊക്കെ നല്ല ട്രെൻഡിങ് ആയിരുന്നു. എല്ലാവരും അതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻസ്റ്റഗ്രാമൊക്കെ അന്ന് ഒന്ന് സെറ്റായി ഇതായി വരുന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ ആ ഒരു സമയത്ത്. അപ്പം എല്ലായിടത്തും FB ആയിരുന്നു. അപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ FB അക്കൗണ്ടും മെസ്സഞ്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ഉമ്മനോട് ചോദിച്ച്, അമ്മ ഞാനൊരു FB അക്കൗണ്ട് തുടങ്ങട്ടെ, വെറുതെ രസമല്ലേ തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും വേണ്ട, പെൺകുട്ടിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സീനാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ, എൻ്റെ പേര് തുടങ്ങാതിരുന്നാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ അഫ്ലുവിൻ്റെ പേര് തുടങ്ങി. അഫ്ലുവിൻ്റെ അനിയനാട്ടോ, അവൻ്റെ പേരാണ് അഫ്ലഹ്. അഫ്ല എന്നല്ല അഫ്ലഹ്, AFLH, അഫ്ലഹ് എന്നാണ് അവൻ്റെ പേര്. അപ്പം അഫ്ലുവിൻ്റെ പേരിൽ വേണമെങ്കിൽ തുടങ്ങിക്കോ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൻ്റെ പേരിലോ? അപ്പോൾ ഞാൻ ഒന്ന് ഡൗട്ട് അടിച്ചിരുന്നു. അപ്പോൾ വെറുതെ അഫ്ലുട്ട ഒരു ഇതില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ച് അജില വെസ്പ എന്ന് താത്ത പറഞ്ഞു, അതേപോലെ അഫ്ല വെസ്പ എന്ന് ഇട്ടാലോ, ആ ഒരു മൈൻഡ് വന്ന്. അപ്പം അന്ന് ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു സ്വന്തം പേരിൽ എൻ്റെ പേരിൽ തുടങ്ങണ്ട, കാരണം പെൺകുട്ടിയാണ്, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ആ ഒരു മൈൻഡായിരുന്നു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു അവൻ്റെ പേരിൽ അനിയൻ്റെ പേരിൽ വേണമെങ്കിൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. ഏകദേശം ഒരു ഇയർ ഓർമ്മയില്ല, ഞാൻ 7th സ്റ്റാൻഡേർഡോ 8th സ്റ്റാൻഡേർഡോ പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് FB അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ FB അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് 7th കഴിഞ്ഞ് ആ 8th ആ ഒരു ടൈമിലാണ് FB അക്കൗണ്ട് എടുത്തത്. അതും അഫ്ല വെസ്പ എന്നുള്ള പേര്. അങ്ങനെയാണ് ഈ അഫ്ല വെസ്പ എന്നുള്ള പേര് വന്നത്. സ്വന്തം പേരിൽ തുടങ്ങാൻ അയക്കാതെ അനിയൻ്റെ പേരിൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് എൻ്റെ അനിയൻ ഇപ്പോഴും എന്നെ കളിയാക്കും, എൻ്റെ പേരിലല്ലേ താത്ത നടക്കണേ, എൻ്റെ പേരിലല്ലേ നടക്കണേ പറഞ്ഞിട്ട്. എനിക്ക് എൻ്റെ പേര് ഇഷ്ടമല്ല, സീരിയസ്ലി എനിക്ക് എൻ്റെ പേര് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും അതെ, എൻ്റെ കൂടെ പഠിച്ചവർക്കാണെങ്കിലും എന്നെ അറിയുന്നവർക്കൊക്കെ എൻ്റെ പേര് അഫ്ല എന്നാണ് എല്ലാവരുടെയും വിചാരം. അപ്പോൾ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മെസ്സേജൊക്കെ വരാറുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ അത് നുണയാവും. അപ്പോൾ കുറച്ചൊക്കെ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും അഫ്ല എന്ന് വിളിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക സംസാരിക്കുമ്പോഴൊക്കെ. അപ്പം അവരുടെയൊക്കെ വിചാരം അഫ്ല എന്നാണ്. പിന്നെ പരിചയപ്പെട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ് മാറ്റില്ല, അഫ്ല എന്ന് എൻ്റെ പേരല്ല അനിയൻ്റെ പേരാണ്. കുറേ മുന്നേ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് മാറ്റാതെ അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ FB അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് 8th സ്റ്റാൻഡേർഡിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് എടുക്കുന്നത് +1 ലാസ്റ്റ് +2 സ്റ്റാർട്ടിങ്ങിൻ്റെയൊക്കെ ആ ഒരു ടൈമിലാണ്. അതായത് എൻ്റെ നിക്കാഹ് കഴിയുന്നത് ഞാൻ +2 പഠിക്കുമ്പോഴാണ് കേട്ടോ. നിക്കാഹ് കഴിഞ്ഞപ്പോൾ ഏകദേശം 6 years കഴിഞ്ഞു. അപ്പം ഇൻസ്റ്റ അക്കൗണ്ട് എടുക്കുന്നത് ഇൻസ്റ്റ അക്കൗണ്ട് എടുക്കാൻ ഈ പറഞ്ഞ പോലെ ഉമ്മനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് അവനോട് ചോദിച്ചിട്ട് എടുത്തോ. നമ്മൾ പിന്നെ എന്ത് വീട്ടിൽ പറഞ്ഞാലും ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ മുന്നേ ആണെങ്കിൽ വീട്ടിൽ ട്രിപ്പ് പോകേണ്ട കാര്യം പറഞ്ഞാൽ പറയും കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ കൂടെ പോക്കോ ഹസ്ബൻഡിൻ്റെ കൂടെ പോക്കോ. വീട്ടിൽ നിന്ന് അങ്ങനെ അതിനുള്ള സിറ്റുവേഷനും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എവിടേക്ക് ചോദിച്ചാലും നമുക്ക് റെസ്ട്രിക്ഷൻസ് ആയിരുന്നല്ലോ. അതങ്ങനെ ആവുമല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പറയും വേണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇൻസ്റ്റ ID എടുക്കാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിക്കാഹ് കഴിഞ്ഞിട്ട് ഓനോട് ചോദിച്ചിട്ട് ഓനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു നിക്കാഹ് കഴിഞ്ഞ് എൻ്റെ നിക്കാഹ് ഞാൻ പറഞ്ഞല്ലോ, നിക്കാഹ് കഴിയുന്നത് +1 കഴിഞ്ഞ് ആ ഒരു സമ്മർ വെക്കേഷനും കഴിഞ്ഞ് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലാണ്. ഐ തിങ്ക് അതെ, April 28, 2019 April 28 ഞങ്ങളുടെ നിക്കാഹ്. അതെ ആണ്. അപ്പോൾ
ആ ഒരു സമയത്ത് നിക്കാഹ് കഴിഞ്ഞൊരു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആളോട് ചോദിച്ചു, ഇങ്ങനെ ഞാൻ ഇൻസ്റ്റ തുടങ്ങട്ടെ, അക്കൗണ്ട് തുടങ്ങട്ടെ ചോദിച്ചപ്പോൾ തുടങ്ങിക്കോ, കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റ എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എഫ് ബിയും ഇൻസ്റ്റയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് എടുത്തത്. അതായത് സെയിം എഫ് ബി ലോഗിനാണ് ഇൻസ്റ്റയിലും എടുത്തത്. അങ്ങനെയാണ് ഇൻസ്റ്റ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞിട്ട് 1 ഇയറിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത സമയത്ത് നമ്മൾ ക്ലാസ്സിന് പോയി. എനിക്ക് 2 hours ക്ലാസ് ഉണ്ടായിരുന്നത് എന്നും. ഡെയിലി സാറ്റർഡേ സൺഡേ ലീവാണ്, അല്ലാത്ത മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 9 to 11 o'clock ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക സമയവും അതിനുശേഷം ഫ്രീ ആണ്. പോരാത്തതിന് പെരിന്തൽമണ്ണയും കൂടെ പഠിക്കുന്നത്. പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഫുഡ് അങ്ങാടി, കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് എപ്പോഴും ഞാനും ഫ്രണ്ട്സും പറയായിരുന്നു, നമ്മൾ ഈ ഒരു 1 year കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതായത് പെരിന്തൽമണ്ണയിലുള്ള ഒട്ടുമിക്ക എല്ലാ ഷോപ്പിലെ ഫുഡും നമുക്ക് ട്രൈ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്നല്ല, നമുക്ക് ഓക്കെ പോവാം, കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണേലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോവും, ഫുഡ് കഴിക്കാനും ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് പോകും. അപ്പം അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ പോയ സമയത്ത് നമുക്ക് വ്ലോഗ് പോലെ എടുക്കുക, കോമഡി ആയിട്ട് ഫണ്ണായിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങനെ വീഡിയോസ് എടുത്തിരുന്നു. അങ്ങനെ എടുത്ത വീഡിയോസ് ഞാൻ വെറുതെ നമ്മുടെ ആപ്പിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കി ഇൻസ്റ്റയിൽ റീൽ അപ്ലോഡ് ചെയ്ത് വിത്തിൻ 1 week ആ വീഡിയോ ഹിറ്റായി. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇപ്പോഴും ഇതിൽ കിടക്കുന്നുണ്ട്. 1 million എബവ് വ്യൂസ് കയറിയ വീഡിയോ ആണത്, സലീം ഖാൻ്റെ കുട്ടൻ ബിരിയാണിയുടെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ റീച്ച് ആയതിനു ശേഷം എനിക്ക് നല്ല എൻക്വയറീസും മീൻസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല എൻക്വയറീസ് വരാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ കഫേ ഓണേഴ്സ്, റെസ്റ്റോറൻറ്റ് ഓണേഴ്സ്, ഇവരൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഇങ്ങനെ ഷോപ്പ് പ്രൊമോഷൻ ചെയ്യുമോ, വീഡിയോ എടുക്കാൻ എങ്ങനെയാണ് പേയ്മെൻറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അന്ന് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് പോയി ജസ്റ്റ് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് ഫുഡ് കഴിക്കുന്നത്, ജസ്റ്റ് വെറുതെ വീഡിയോ ക്ലിപ്പ് നമ്മൾ ഷൂട്ട് ചെയ്തു, അത് എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, അതാണ് ഉണ്ടായത്. പക്ഷെ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എന്താ വെച്ചാൽ നമ്മൾ ഇതൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. കാരണം പ്രൊമോഷൻ വീഡിയോസ് നമ്മൾ എടുത്തു കൊടുക്കുക, അക്കൗണ്ട് നമുക്ക് റീച്ച് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം നമുക്കൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് ആ സമയത്താണ്. അപ്പം ഈ പറഞ്ഞ പോലെ മെസ്സേജ് റിക്വസ്റ്റിലൊക്കെ ഇങ്ങനെ പേയ്മെൻറ്റ് എത്രയാണ്, ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എങ്ങനെയാണ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യുമോ, ഇന്ന സ്ഥലത്താണ് ഇന്നതാണ് ചെയ്യേണ്ടത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡീറ്റെയിൽസ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓരോ വീഡിയോസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ചെയ്ത വീഡിയോ 500 rupeesനാണ് പേയ്മെൻറ്റ് മേടിച്ച് ഫസ്റ്റ് ഒരു ഷോപ്പിൻ്റെ പ്രൊമോഷൻ ചെയ്തത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഫുഡാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വേറെ എന്ത് ഷോപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട് ജെന്യുവിൻ ആണ്, ഓക്കെ ആണ്, വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നെഗറ്റീവ് തോന്നിയാലും നമ്മളത് നെഗറ്റീവായിട്ട് തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ നെഗറ്റീവായി ഷെയർ ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഹസ്ബൻഡൊക്കെ ഇടപെട്ട് ചെറുതായിട്ട് നൈസായിട്ട് ഡീൽ ചെയ്തുകൊണ്ട് അത് അങ്ങനെ പോയി. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, തെന്നി മാറി പോകുന്നുണ്ടല്ലേ, കഥ പറയാനിരുന്നാൽ ഇതാണ് പ്രശ്നം, നമ്മൾ സബ്ജക്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കം ടു ദ പോയിൻറ്റ്. വെസ്പ. അങ്ങനെ അഫ്ല വെസ്പ പേര് വന്നതിൻ്റെ കാരണവും പിന്നെ അതുപോലെ അഫ്ല വെസ്പ എന്താണെന്ന് ചോദിച്ചിരിക്കും. വെസ്പ സ്കൂട്ടറാണ്, അഫ്ല എൻ്റെ അനിയൻ്റെ പേരാണ്. ഞാനതിപ്പോഴും എന്തുകൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട്, എനിക്ക് ആ പേര് മാറ്റിക്കൂടെ, വേറെ എൻ്റെ പേരിലിട്ടൂടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്ളോഗ്സിൻ്റെ ഐഡിയാസിൽ അങ്ങനെ എന്തെങ്കിലും പേരിട്ടൂടെ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും മാറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, എൻ്റെ പേര് പറഞ്ഞാൽ എന്നെ അറിയില്ല മീൻസ് അപ്പം നിങ്ങൾ വിചാരിക്കും, ഞാൻ ആരാ, എന്താ ഇന്നിതുവരെ കണ്ടിട്ടില്ലല്ലോ, ഈ ഏതാന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ 2-3 പേരിരുന്ന് സംസാരിക്കും. അങ്ങനെ മുന്നേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ പറയണേ. 3-4 പേര് ഇരുന്നിട്ട് മറ്റേ അഫീഫല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല. ഇനിയിപ്പോൾ ഇവൻ കുറ്റം പറയുകയാണെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് അഫീഫ അല്ലെങ്കിൽ അഫീ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ മനസ്സിലാവില്ല. നേരെ കുറച്ച് അഫ്ല വെസ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് 1-2 പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേര് അഫ്ല എന്നാണ് വിചാരിച്ചേക്കണേ, അപ്പോൾ അഫ്ല വെസ്പ എന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്നുള്ളൂ, ഇനി ആ പേര് ചേഞ്ച് ആക്കണ്ട, അതന്നെ ഇട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ പേരിടാനുള്ള ഐഡിയാസ് ഒന്നും തലയിൽ ഉദിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ അഫ്ല വെസ്പൻ്റെ സ്റ്റോറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെയുള്ളൂ. പക്ഷേ ഇത് എനിക്കൊരു എന്താ പറയുക, നമുക്ക് എന്തിനും ഓരോ റീസൺസ് ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ, ഞാൻ ഈ ഒരു വണ്ടി
വണ്ടി ഞാൻ കണ്ട് ലൈക്കായതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഫസ്റ്റ് എന്നാൽ 5th സ്റ്റാൻഡേർഡ് തൊട്ട് 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 6th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് കൂട്ടാം നമുക്ക്. 6th 7th 8th 9th 10th +1 +2 പിന്നെ ഗ്യാപ്പ് പോയ 1 ഇയർ, പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ, ഇപ്പം തന്നെ 11 വർഷമായില്ലേ. പിന്നെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് 1 ഇയർ പോയത് ആ ഒരു സമയം. പിന്നെ അത് കഴിഞ്ഞ് ജോബിന് കയറിയിട്ട് 1 ഇയറായി. അപ്പം 12 വർഷം കഴിഞ്ഞ് 13ാമത്തെ വർഷമാണിത്. അപ്പം എനിക്കിപ്പോഴാണ് വണ്ടി എടുക്കാൻ പറ്റും. എന്നോട് പലരും ചോദിക്കുന്ന കാര്യമാണ്, അനക്ക് അന്ന് ആ വണ്ടി ഇഷ്ടമുണ്ടായിരുന്ന സമയം മുതൽ ക്യാഷ് സേവ് ചെയ്ത് വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ക്യാഷ് സേവ് ചെയ്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇപ്പോൾ എടുക്കുന്നതിനേക്കാളും മുന്നേ വണ്ടി എടുത്തുകൂടായിരുന്നില്ലേ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്നെ അറിയുന്നവരൊക്കെ. അപ്പോൾ അതെന്താ വെച്ചാൽ എടുക്കാമെന്ന് എന്താ വെച്ചാൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ട്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം ക്യാഷ് കൊണ്ട് ഞാൻ ഏൺ ചെയ്ത് എൻ്റെ സ്വന്തം ക്യാഷ് കൊണ്ട് എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ആരെയും ഹെൽപ്പ് ഇല്ലാതെ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി ഫുൾ റെഡി പേയ്മെൻറ്റ് കൊടുത്തിട്ടല്ല എടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് എമൗണ്ട് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ബാക്കി നമ്മൾ EMI ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിലിപ്പോൾ ഒരു 4-5 ഇൻസ്റ്റാൾമെൻറ്റ്സ് കഴിഞ്ഞു. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 ഇയറൊക്കെ ആയി. 2021 ഞാൻ എൻ്റെ ഹെന്ന ബിസിനസ് 21 or 20 അതിലാണ് ഞാൻ ഹെന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേറെ സ്റ്റോറി പറയാനാണ് കേട്ടോ. അതെങ്ങനെയാണ് ഞാനൊരു ബിസിനസ്ക്ക് എത്തിയെന്നുള്ളത് വേറെ സ്റ്റോറി. അത് ഞാൻ മേ ബി ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പം പറഞ്ഞു വന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഫോക്കസ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് സക്സസ് ആണ്. ഒരു 2022-23 ടൈമിൽ ഞാൻ മേക്കപ്പിൻ്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തു. അതും വേറെ സംഭവമാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റേ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് ഇൻഷാല്ല ചെയ്യേണ്ടത്. അപ്പം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഹെന്ന ആർട്ടിസ്റ്റാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അതുപോലെ പ്രൊമോഷൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അലർജിലർ സംഭവങ്ങളൊക്കെ ഏർണിങ്സ് എപ്പോഴും എനിക്ക് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം പക്ഷെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നമുക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് അല്ല. ഈ ഹെന്ന വർക്ക് ആണെങ്കിലും മേക്കപ്പ് വർക്ക് ആണെന്നുണ്ടെങ്കിലും പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാവുന്നതാണ്, പ്രൊമോഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കത് കൺസിസ്റ്റൻ്റ് അല്ല, എപ്പോഴേലും കിട്ടുന്ന വർക്കാണ്. ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത വീഡിയോസൊക്കെ അങ്ങനെയായിരുന്നു. അതായത് നമ്മൾ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, നമ്മൾ തന്നെ പൈസ മുടക്കി ഫുഡ് കഴിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഷെയർ ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ നമുക്ക് ഇതിന് ഇൻകം കിട്ടി തുടങ്ങിയത് കണ്ടപ്പോൾ അവർ വിളിക്കട്ടെ, നമുക്കപ്പോൾ പോയി ചെയ്യാം, നല്ലതാണെങ്കിൽ നമുക്ക് ജെന്യുവിനായിട്ട് നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അപ്പം പറഞ്ഞു വന്നത്, ഇത് നമുക്കെപ്പോഴും കൺസിസ്റ്റൻ്റ് അല്ല. ഈ ബാക്കി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടി എടുക്കുക ഇത്രയും ലേറ്റായ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു സോഴ്സ് ഓഫ് ഇൻകം വേണം, എന്നാലുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും നമുക്ക് വെസ്പയ്ക്ക് ഏകദേശം ഒരു 1.75 lakhs, അതായത് 1,75,000 രൂപയാണ് വണ്ടി എടുക്കുമ്പോൾ ഓൺ റോഡ് പ്രൈസ്. അപ്പം ഞാൻ വെസ്പൻ്റെ ഇത്രയും കാലം യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ ഇടേണ്ട കേട്ടോ ഇൻഷാല്ല. എല്ലാത്തിനും പറ്റും. എനിക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെയുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പക്ഷേ അല്ലേ സമയം കിട്ടില്ല ഗൈസ്, അതാണ് സത്യം. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ 7 മണി 7:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചെത്തുമ്പോൾ 6 മണി 6:30 ആവും. അത് കഴിഞ്ഞ് വന്നാൽ വീട്ടിലെ പണികൾ, എന്നാൽ തന്നെ വീട്ടിലെ പണികൾ ഫുള്ള് ചെയ്യാൻ പറ്റാറില്ല. ക്ലീനിങ് ആണെങ്കിലും ഒക്കെ അവിടെ ഇടും. പിന്നെ ടൈം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ലീവ് കിട്ടുന്ന സമയത്ത് വേണം അതൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. മന്ത്ലി നമുക്ക് സാലറി കിട്ടും, അത് കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ ഇത് തന്നെയാണ് ബെസ്റ്റ് ടൈം എന്ന് തോന്നി. പിന്നെ ഹെന്ന വർക്കിൻ്റെ, മേക്കപ്പ് വർക്കിൻ്റെ, പ്രൊമോഷൻ വീഡിയോസിൻ്റെ ഒക്കെ കിട്ടുന്ന ചെറിയ ചെറിയ പേയ്മെൻറ്റുകളൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് സാലറിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് ഡൗൺ പേയ്മെൻറ്റ് ഇടാനുള്ള ഫണ്ട് സെറ്റായതിനു ശേഷം നമ്മൾ ഷോറൂമിൽ പോയി വണ്ടി കണ്ടു. വണ്ടി അപ്പോൾ ബുക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വെസ്പ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന കളർ യെല്ലോ കളറാണ്. ഞാൻ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യം കണ്ട വെസ്പ വണ്ടിയുടെ കളർ യെല്ലോ കളറാണ്. പക്ഷേ ട്വിസ്റ്റ് ഉണ്ടായത്, നമ്മൾ ഷോറൂമിൽ വണ്ടി കാണാൻ പോയ സമയത്ത് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാനും ഇങ്കും കൂടെ സംസാരിക്കുന്നതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഷോറൂമിൽ നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് യെല്ലോ കളറാണ് നമ്മൾ അന്വേഷിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു യെല്ലോ കളർ മാനുഫാക്ചറിങ് നിർത്തി, ഇയർ ബാക്കിൽ വരുന്ന വണ്ടികൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇയർ ബാക്കിൽ വരുന്ന വണ്ടികൾ ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതും തിരൂർ ഷോറൂമിൽ വെച്ചിട്ട് അതും സെയിലായി പറഞ്ഞു. പിന്നെ ഇപ്പോൾ സെക്കൻഡ് നോക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് സ്വന്തം ഏർണിങ്സ് കൊണ്ടൊരു വണ്ടി എടുക്കുമ്പോൾ അത് ഫ്രഷ് തന്നെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ആഗ്രഹിക്കാൻ പിന്നെ പൈസ കൊടുക്കണ്ട, പക്ഷെ അത് നിറവേറ്റണമെങ്കിൽ പൈസ വേണം.
അപ്പം ചെറിയ എമൗണ്ട് സെറ്റാക്കി പിന്നെ ബാക്കി നമുക്ക് സാലറി കിട്ടുന്നതിനനുസരിച്ച് EMI ഇൻസ്റ്റാൾമെൻറ്റിൽ പോക്കാം, അങ്ങനെ ഇതാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതാണ് ഒറ്റ മൈൻഡിൽ ഫ്രഷ് എടുത്തേട്ടോ. പിന്നെ വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനും വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്ത് വലിച്ച് നീട്ടി വലിയ വീഡിയോ ആക്കുന്നില്ല, എന്നാൽ തന്നെ ഇത് അത്യാവശ്യം ലോങ് വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇനി ഒന്നും പറയുന്നില്ല ഗൈസ്, ഇനി ബാക്കി വീഡിയോകൾ കാണേ, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ വെസ്പൻ്റെ 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി ഡെലിവറിക്ക് പോയ സമയത്തുള്ള വീഡിയോ ഏകദേശം ഒരു 250K ഇതിൻ്റെ മേലെ വ്യൂസ് കയറിയിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു എന്ന് വെച്ചാൽ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കൂട്ടത്തിൽ തന്നെ വണ്ടിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അത് നമ്മൾ പൈസ മുടക്കാനുള്ളവർക്ക് എന്തോ ആവാമല്ലോ, പക്ഷെ അങ്ങനെ വന്നിട്ട് ആഗ്രഹം കൊണ്ട് എടുത്തു പോയതാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ എൻ്റെ ഉപ്പ എന്നോട് കുറേ പറഞ്ഞു. എൻ്റെ ഉപ്പ മെക്കാനിക്കാണ്, 2 വീലർ മെക്കാനിക്കാണ്. അപ്പോൾ എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് മെയിൻ്റനൻസ് കൂടുതലാണ്, മൈലേജ് കുറവാണ്, എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ കൊണ്ടു കൊടുക്കണം, സ്പെയർ പാർട്സ് കിട്ടാനില്ല, ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നോക്കണം, നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് നോക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് നോക്കണം, മൈലേജിൻ്റെ കാര്യങ്ങൾ നോക്കണം, എല്ലാതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പക്ഷെ ഞാൻ എല്ലായിടത്തുനിന്നും കേൾക്കുന്നത് എടുക്കണ്ട, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ ആലോചിക്കും, റബ്ബേ എൻ്റെ 12 വർഷത്തെ സ്വപ്നം എല്ലാവരും കൂടെ എന്നെ പറഞ്ഞ് തിരിപ്പിച്ച് വെള്ളത്തിലാക്കോ, ആ ഒരു ഇതായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ ആര് പറയുന്നത്, നമ്മൾ പിന്നെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒപ്പീനിയൻസ് പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മുടെ ആഗ്രഹം അത് നമുക്ക് ഒറ്റൊന്നാക്കിയിട്ട് നമ്മൾ വെക്കുക, നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നമുക്ക് നേടാൻ പറ്റും. അങ്ങനെ ആരുടെ വാക്കും കേൾക്കാതെ പോയി എടുത്തതാണ് വണ്ടി എടുത്തപ്പോൾ ഏകദേശം ഒരു 5-6 മന്ത്സായി. പക്ഷേ ഇതുവരെ എനിക്ക് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാനാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല, ജെന്യുവിൻലി ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ വണ്ടിയുടെ വീഡിയോ ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഞാൻ എന്താണെങ്കിലും ഷെയർ ചെയ്യാം. ഇപ്പം നിങ്ങളെല്ലാവരും വണ്ടി ഞാൻ ബുക്ക് ചെയ്യാൻ പോയത്, അതുപോലെ ഷോറൂമിലേക്ക് കാണാൻ പോയത്, ടെസ്റ്റ് ഡ്രൈവ് ഒന്നും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊരു സംഭവമുണ്ട്. കാരണം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞില്ലേ ഉപ്പ മെക്കാനിക്കാണ്. അപ്പോൾ ഉപ്പാൻ്റെ അടുത്തേക്ക് ഷോപ്പിലേക്ക് കുറേ വണ്ടികൾ, അതേപോലെ വെസ്പൻ്റെ വണ്ടികളൊക്കെ വെസ്പ വരാറുണ്ട്, വണ്ടികൾ ഇതേപോലെ പണിക്ക് വരാറുണ്ട്. അപ്പോൾ പണി കഴിഞ്ഞിട്ട് ഉപ്പ വീടിൻ്റെ ഫ്രണ്ടിലാണ് കൊടുന്ന് വണ്ടി പാർക്ക് ചെയ്യുക. അപ്പം എന്നോട് പറയലുണ്ട്, എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ലേ വണ്ടി ഒന്ന് ഓടിച്ചു നോക്ക്. അപ്പോൾ ഒരുവിധം ഈ ആക്റ്റീവ അങ്ങനെയുള്ള വണ്ടികൾ, ഡുവറ്റ് അങ്ങനെ വണ്ടികളൊക്കെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്, ഫാസിനോ ഒക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ വെസ്പിൻ്റെ കൺമുന്നിൽ കണ്ടിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രിഞ്ചാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് വാങ്ങിയിട്ടുള്ളൂ, ഞാൻ ആ വണ്ടിയുള്ളൂ ഞാൻ ആ കൈകൊണ്ട് തൊടുക, അതുള്ളൂ ഞാൻ ഫസ്റ്റ് ഓടിക്കുക. അതിൻ്റെ മുന്നേ ഒരു വെസ്പ ഞാൻ ഓടിച്ച് നോക്കൂല, എനിക്കത് ഓടിക്കണ്ട. എനിക്ക് വെസ്പൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴുള്ള സൗണ്ടില്ല, ആ ഒരു സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സൗണ്ട് വേറൊരു വണ്ടിക്കും ഞാൻ കണ്ടിട്ടില്ല, ഒക്കെ വേറെ ഇതല്ലേ. അപ്പോൾ എനിക്ക് വെസ്പൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ സൗണ്ട് അടിപൊളിയാണ്, കാണാൻ നല്ല ലുക്കാണ്, വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അപ്പം അത് പറഞ്ഞിട്ട് ഞാനത് ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എടുത്ത കളർ ഒരു അക്വാ ഗ്രീൻ അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ, ആ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളറാട്ടോ. എല്ലാവർക്കും ആ ഷെയ്ഡ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം യെല്ലോ എടുക്കാത്തത് നന്നായി, ഇതെടുത്ത് അടിപൊളിയായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യെല്ലോൻ്റെ കാര്യം പറഞ്ഞില്ലേ, എല്ലാവരും മാനുഫാക്ചറിങ് നിർത്തി, ഇപ്പോൾ എല്ലാം ഇറങ്ങുന്നില്ല. പകരം യെല്ലോ നമുക്ക് ഓരോ ഇയറിലും ഓരോ കളേഴ്സ് ഔട്ടാവും, ഫീൽഡ് ഔട്ടായി പോവും. അപ്പോൾ ഓരോ കളേഴ്സ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് യെല്ലോ ഒഴിവാക്കി ആഡ് ചെയ്ത കളറാണ് ഞാൻ എടുത്ത വണ്ടിയുടെ കളറ്. അന്ന് മലപ്പുറത്ത് 3 വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ, 2 എണ്ണം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 3ാമത്തെ വണ്ടി ഞാൻ എടുത്ത വണ്ടിയാണ്. അങ്ങനെ അതാണ് ഇപ്പോൾ ഏകദേശം ഈ ഒരു വെസ്പൻ്റെ ഒരു കുട്ടിക്കഥ, അഫ്ല വെസ്പൻ്റെ ഒരു ജേണി ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് അഫ്ല വെസ്പ എന്ന പേരിൻ്റെ പിന്നിലെ സംഭവ വികാസങ്ങൾ, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇനി ബോറടിപ്പിക്കുന്നില്ല, എല്ലാവരും വീഡിയോസ് കാണും, ബാക്കി വീഡിയോസ് കാണും. അപ്പോൾ ഓക്കെ, ബൈ. എന്തെന്ന് എവിടേക്ക് പോണേ? ബുക്കിംഗ് വെസ്പ തമാസ റേറ്റില് അല്ല, വെറുതെ പറ്റിച്ച. ഹേയ് ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ,
ഫസ്റ്റ് കുറേ കാലത്തെ ആഗ്രഹം നടക്കാൻ പോവാണ് കേട്ടോ. അതും എൻ്റെ സ്വന്തം ഏണിങ്സ് കൊണ്ട് തന്നെ. 12 വർഷത്തായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു വെസ്പ എന്നുള്ളത്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എനിക്ക് വെസ്പ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്. മഞ്ഞ ഇല്ല ഗൈസ്, മഞ്ഞ വെസ്പ ഇല്ല ഗൈസ്. 12 വർഷത്തെ സ്വപ്നം മഞ്ഞയിൽ പോയപ്പോ വെള്ളത്തിലായി. എല്ലാം ഇരന്ത കോച്ച്, അതെ, ഞാൻ ബെൽറ്റ് ഇടണോ? എല്ലാം പോയില്ലേ. അപ്പൊ ഇനി എവിടക്കാ പോണേ? ചേതക് വെസ്പ അല്ലെങ്കിൽ ചേതക്. ഞാൻ ഇറക്കൂലട്ടോ ചേതക്ക്. ഏതൊക്കെ കണ്ടങ്ങളാണ് എടുത്തത്. ഞാൻ വാങ്ങണ്ടേതാണ്. വെസ്പ മതി. വെസ്പ ചോപ്പ് വേണം. ചോപ്പോ? ഇന്ന് വൈകുന്നേരം രാത്രിക്ക് വേണം. എവിടുന്നോ സാധനം ഉണ്ട്, എവിടെ? പട്ടമോറുള്ള ചോപ്പുള്ളത്. സെക്കൻഡോ? നല്ല അടിപൊളി വേണ്ടിട്ട്. എനിക്ക് ഫ്രഷ് മതി. ഫ്രഷ് ആണ് അല്ല. ഇപ്പൊ എനിക്ക് ഇയർ ബാഗ് എടുക്കാൻ പോണ ഫ്രഷ്. അതിന് ഇയർ ബാഗ് പറഞ്ഞ ഫ്രഷ് സാധനം ഇയർ ബാഗ് ആണ്, അല്ലാണ്ട് സെക്കൻഡ് അല്ലേ. അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഷോറൂമിൽ പോയതായിരുന്നു. ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് വെസ്പൻ്റെ ഷോറൂമൊക്കെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാനീ പറഞ്ഞ പോലെ തന്നെ ഈ കഴിഞ്ഞ 12 വർഷത്തായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഈ ഒരു വെസ്പ എന്നുള്ളത്. അതും യെല്ലോ കളർ വെസ്പ, സെയിം ഹെൽമെറ്റിൽ, വിത്ത് എൻ്റെ സ്വന്തം ഏണിങ്സ് കൊണ്ട്, വേറൊരാളുടെ ഹെൽപ്പില്ലാതെ എൻ്റെ സ്വന്തം ഏണിങ്സ് കൊണ്ട് എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏണിങ്സ് സെറ്റാവാത്തതുകൊണ്ട് തട്ടിമുട്ടി കുറച്ചിങ്ങനെ നീണ്ടു വന്ന് അങ്ങനെ 12 വർഷമായതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ സേവിങ്സ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് ഒന്നുകൂടെ നേരത്തെ മേടിക്കാൻ പറ്റിയിട്ടായിരുന്നു. ബട്ട് ഇതായിരിക്കും അതിന് കറക്റ്റ് സമയം വന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലാഗായി വന്നത്. എന്താണേലും നമ്മൾ യെല്ലോ വെസ്പ തേടി പോയി, ബട്ട് നമുക്ക് യെല്ലോ വെസ്പ കിട്ടിയില്ല. കാരണം ഓരോ ഇയറിലും ഓരോ കളേഴ്സ് അവർ ഒഴിവാക്കുമെന്നാണ് പറഞ്ഞത്. ഓരോ കളേഴ്സ് ഒഴിവാക്കുന്ന പോലെ തന്നെ ഓരോ കളേഴ്സ് ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഇയറിൽ 2025 അവർ ഒഴിവാക്കിയ കളർ യെല്ലോ ആയിരുന്നു. അത് എൻ്റെ നിർഭാഗ്യത്തിൽ. പിന്നെ അവർ ആഡ് ചെയ്ത കളർ ഒരു ടെർക്കോയിസ് ഗ്രീൻ ബ്ലൂ ആ ഒരു ഷെയ്ഡിലുള്ളൊരു വെസ്പയാണ്. നമ്മൾ ആദ്യം കാണിച്ചില്ലേ, ആ ഒരു കളറാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബട്ട് ഗൈസ്, ഇങ്കോൻ്റെ ഇഷ്ടപ്രകാരം ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ നമ്മൾ പിന്നെ പോയത് ചേതക്കിൻ്റെ ഷോറൂമിലാണ് ഇലക്ട്രിക് സ്കൂട്ടർ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇന്നത്തെ പെട്രോൾ വിലയിൽ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറാണ് ബെറ്റർ എന്നൊക്കെ ഇങ്കോ പറഞ്ഞപ്പോൾ അത് കേൾക്കാത്ത പതി ഞാനും കൂടെ പോയതാണ് അവിടുത്തെ വണ്ടിയുടെ കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വെസ്പ വിട്ട് വേറെ കളിയില്ല കേട്ടോ. എൻ്റെ മനസ്സപ്പോഴും യെല്ലോ പോയാലെന്താ, പുതിയ കളർ, ന്യൂലി ലോഞ്ച് ചെയ്ത കളർ നമുക്ക് എടുക്കാമെന്നുള്ളൊരു മൈൻഡായിരുന്നു ഞാൻ ഉണ്ടായിട്ട്. വെസ്പ എടുക്കാൻ വന്ന് എന്നെ കൊണ്ട് ഇപ്പൊ ചേതൊക്കെ എടുപ്പിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്നാ മെച്ചുള്ളത് ആ കാണുന്ന വൈറ്റ് ആണ്. എനിക്ക് ബ്ലാക്ക് ഒന്നും ഇഷ്ടമായിട്ടില്ല. ആ മാറ്റ് റെഡ് പിന്നെയും കുഴപ്പമില്ല. ഗൈസിനെ കൊണ്ട് ഇപ്പൊ ചേതൊക്കെ എടുപ്പിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞതേ പോണ്. എനിക്കറിയില്ല ചേതൊക്കെ എടുക്കും വെസ്പ എടുക്കുമെന്ന്. എൻ്റെ 12 കൊല്ലത്തെ ആഗ്രഹം വെള്ളത്തിലാവും ഗൈസ്. അതിന്റെ സൗണ്ട് നോക്കങ്ങള് മറ്റേ തേനീച്ച മൂളിയമാരി അത് പറഞ്ഞിട്ട് കാര്യമില്ല. വട്ടം പറഞ്ഞു പറ്റിയില്ലേ? ഞാൻ വെസ്പ വാങ്ങാൻ പോയി ചേതൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേസ്. ചേതൊക്കെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ എടുക്കൂല. ചേതൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. താറാവിന്റെ മൂഡ്, അതാണ് ചേതൊക്കെ. ഇഷ്ടപ്പെട്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. സെൻസർ എനിക്ക് ഇഷ്ടമായി.
ബൂട്ട് സ്പേസും എനിക്കിഷ്ടമായി, സീറ്റും ഇഷ്ടമായി. പക്ഷെ ബോഡി രസമല്ല, ബാക്ക് ഭാഗം ബോഡി രസമല്ല, ശരിക്കും താറാവിന്റെ മൂടാണ്. സൗണ്ടും ഇഷ്ടപ്പെട്ടില്ല, തേനീച്ചന്റെ സൗണ്ട്. മഞ്ഞ വെസ്പ് കിട്ടുമ്പോ വാങ്ങാം. മഞ്ഞ കിട്ടൂലല്ലോ, മഞ്ഞ നിർത്തിപ്പോയി ഗൈസ്. മഞ്ഞയെല്ലാം മൗസിയല്ല. എവിടേക്ക് എത്തിയാനെ? എങ്ങനെ പോവാം? അതിനെ ആയിക്കൂടെ പോണ്. മഞ്ഞ വെസ്പ കിട്ടിയില്ല, അപ്പൊ മഞ്ഞ ചിപ്സ് വാങ്ങി തന്ന. മഞ്ഞ ചിപ്സോ? താങ്ക് യു. ഇതെന്താ? അങ്ങനെ ഗൈസ് 28 ഫെബ്രുവരി 2025 ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഈവനിങ് 5 o'clock ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇങ്കുവിനെ അങ്ങാടിപ്പുറത്ത് വെയിറ്റ് ചെയ്തു. ഞങ്ങളങ്ങനെ ഷോറൂമിൽ പോയി അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പേഴ്സ് റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പേപ്പറിൽ സൈൻ ചെയ്യാനും ഫിനാൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ അത് ഇവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടി ബുക്ക് ചെയ്തു. ഐ തിങ്ക് ഫെബ്രുവരി 13th നമ്മൾ വണ്ടി 5,000 rupees അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്ത് ബുക്ക് ചെയ്തത്. ഇന്നിപ്പോൾ 28 ഫെബ്രുവരി ആണ്. നമ്മൾ ഷോറൂമിൽ പോയി ഒരുപാട് പേപ്പർ വർക്ക്സും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. ഇനി ഒരു ഇൻഷാല്ലാ ഒരു 3-4 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഫേസിൽ നല്ല ടയർഡ്നെസ് കാണുന്നില്ലേ? ഒന്നുമല്ല, നൈറ്റ് ഡ്യൂട്ടിയാണ് ഇപ്പോൾ. അപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വരികയാണ്. ഇനി 5 o'clock ഇനിയും ഡ്യൂട്ടിക്ക് കയറണം. ഇപ്പം തന്നെ സമയം ഏകദേശം ഉണ്ടാകും 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ വീട്ടിൽ പോയി ഫ്ലാറ്റായിട്ട് ഒരു 2-3 hours അടിപൊളിയായിട്ടൊന്ന് ഉറങ്ങാം. 2-3 hours അടിപൊളി ഉറങ്ങാനൊന്നും പറ്റൂല, പക്ഷെ എന്നാലും ഉറങ്ങി ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി പിന്നെയും 5 o'clock ഡ്യൂട്ടി കയറണം. അപ്പം അങ്ങനെ ഇൻഷാല്ലാ ഇനി നമുക്ക് ഡെലിവറി ഡേറ്റ് എന്ന് കാണാം. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ മീ. കാരണം ഒരുപാട് മിക്സഡ് ഇമോഷൻസ് ആട്ടോ മൈൻഡ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. കാരണം ഇത്രയും ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മൾ വെസ്പയ്ക്ക് ഏകദേശം 1.75 lakhs നിയർ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 60,000 ആ ഒരു അടുത്ത് നിയർ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഓൺ ഏർണിങ്സ് കൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആണ്, മിക്സഡ് ഇമോഷൻസ് ആണ്, ഒരുപാട് ഫീലിങ്സ് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് മറിയുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഒരു ഇതുണ്ട്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഡെലിവറി ഡേറ്റ് അത് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ ഫൈനലി ഗൈസ് ഇന്ന് മാർച്ച് 7 നമ്മുടെ വണ്ടിയുടെ ഡെലിവറി ഡേ ആണ് കേട്ടോ. ഞാൻ കുറച്ച് സാഡാണ്, വേറെ ഒന്നുമല്ല. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്താട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് ഈവനിങ് പോകാനായി നേരത്തെ എടുത്ത വീഡിയോ ആണ്. പിന്നെ അവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഷോറൂമിലേക്ക്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ഞാൻ ഇത്രയും കാലത്തെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ കൂടെ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആരും വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ തന്നെ കാണി.
അങ്ങനെ നമ്മൾ ഷോറൂമിൻ്റെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് റൈഡ് പോയി. പിന്നെ അന്ന് റമദാനായിരുന്നു കേട്ടോ, എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. നമ്മൾ വഴിയിൽ നിന്നാണ് ബാങ്ക് കൊടുത്തത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിൽ കയറി ജസ്റ്റ് കുറച്ച് സ്നാക്സും ലൈം ജ്യൂസും ഒക്കെ പറഞ്ഞ് നമ്മൾ നോമ്പൊക്കെ തന്നു. പിന്നെ വീട്ടിലേക്ക് വരിക ചെയ്തത്. ഒരു സെയിം ഷെയ്ഡിൽ ഹെൽമെറ്റ് വരുന്നില്ല ഗൈസ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് എപ്പോഴും സമ്മതം. ആ നീല ഹെൽമെറ്റ് ഞാൻ മാറ്റി പിന്നെ അതൊരു വൈറ്റ് കളറാക്കിയിട്ടു. അപ്പോൾ വൈറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. നമ്മളുടെ ഫസ്റ്റ് പെട്രോൾ നടക്കുന്നത്. നമ്മൾ ഫുൾ ടാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 600 റുപ്പീസിനാണ് നമ്മൾ കൊടുത്തത്. അച്ഛമ്മ മാമൻ്റെ സ്കൂട്ടർ കണ്ടോ? ഇഷ്ടമുണ്ടോ? നല്ല ഇഷ്ടമുണ്ടോ? ആരുടെ സ്കൂട്ടറാ? മമ്മൻ്റെ. അച്ഛമ്മൻ്റെയും മമ്മൻ്റെയും. ഓക്കെ മമ്മ സ്കൂട്ടർ വെച്ചു വരെ. Mama could be too. Yay!